അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ദൈവരക്ഷയും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അറബി ഭാഷയിലും അറബ് നാടുകളിലും സ്ഥിരമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കുറേ നല്ല ഉപകാരപ്രദവും പ്രസിദ്ധവുമായ അറബി വാക്കുകളും അവയുടെ ഉച്ചാരണവും അർത്ഥവും പ്രയോഗങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലും വളരെ ഈസിയായി നമ്മുടെ ഈ ചാനലിലൂടെ നമ്മെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്ക്, നിനക്ക്, എൻ്റെ അടുത്ത്, നിൻ്റെ അടുത്ത്, അവന്, അവൻ്റെ അടുത്ത്, അവർക്ക്, അവരുടെ അടുത്ത് എന്നെല്ലാം അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ലദൈ എന്ന ഈ അറബി പദത്തിൻ്റെ പ്രയോഗവും സന്ദർഭവും നമുക്കിന്നത്തെ ഈ ക്ലാസ്സിൽ ആദ്യം പഠിക്കാം. ഉദാഹരണത്തിന്, നാം നമ്മുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി നമ്മുടെ കൂട്ടുകാരെയോ കുടുംബക്കാരെയോ ക്ഷണിക്കുന്നതിന് മുമ്പ് നാം അവരോട് ചോദിക്കും, നിനക്കിന്ന് വല്ല അപ്പോയിൻമെൻറ്റുമുണ്ടോ? നിനക്കിന്ന് വല്ല അപ്പോയിൻമെൻറ്റുമുണ്ടോ? ഹൽ ലദൈക മൗഇദുനുൽ യൗം? ഹൽ ലദൈക മൗഇദുനുൽ യൗം? ഡു യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ? നിനക്കിന്ന് വല്ല അപ്പോയിൻമെൻറ്റുമുണ്ടോ? ഹൽ ലദൈക മൗഇദുനുൽ യൗം? ഡു യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ? അറബി ഭാഷയിലെ ഹൽ എന്ന ചോദ്യോപകരണം കൊണ്ടുള്ള ചോദ്യത്തിന് യെസ് എന്നോ നോ എന്നോ അഥവാ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കും അതിന് മറുപടി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് അല്ല, നോ എന്നുള്ള ഉത്തരം ആദ്യം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇല്ല, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻറ്റുമില്ല. ഇല്ല, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻറ്റുമില്ല. ലാ ലൈസ ലദയ്യ മൗഇദുനുൽ യൗം. ലാ ലൈസ ലദയ്യ മൗഇദുനുൽ യൗം. നോ, ഐ ഡു നോട്ട് ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ. ഇല്ല, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻറ്റുമില്ല. ലാ ലൈസ ലദയ്യ മൗഇദുനുൽ യൗം. നോ, ഐ ഡു നോട്ട് ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ. ഒരു പക്ഷേ ഇനി ആ ക്ഷണിച്ച കൂട്ടുകാരൻ്റെ ക്ഷണത്തോട് നമുക്ക് വലിയ താല്പര്യമില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ശരിക്കും തിരക്കുണ്ട് എന്ന് വെക്കുക. എങ്കിൽ എന്ത് മറുപടി പറയാം? അതെ, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതെ, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നഅം ലദയ്യ മൗഇദുനുൽ യൗം. നഅം ലദയ്യ മൗഇദുനുൽ യൗം. യെസ്, ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ. അതെ, എനിക്കിന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നഅം ലദയ്യ മൗഇദുനുൽ യൗം. യെസ്, ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ. ചിലപ്പോൾ കൂട്ടുകാരായിരുന്നാലും കുടുംബക്കാരായിരുന്നാൽ പോലും പല ആപൽഘട്ടങ്ങളിലും ആദ്യമായി തിരക്കുന്നത് അദ്ദേഹത്തിന് ബാങ്കിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടോ എന്നായിരിക്കും. അദ്ദേഹത്തിന് ബാങ്കിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടോ? ഹൽ ലദൈഹി അയ്യു ഇസ്തിസ്മാരിൻ ഫിൽ ബാങ്ക്? ഹൽ ലദൈഹി അയ്യു ഇസ്തിസ്മാരിൻ ഫിൽ ബാങ്ക്? ഡസ് ഹി ഹാവ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ബാങ്ക്? അദ്ദേഹത്തിന് ബാങ്കിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടോ? ഹൽ ലദൈഹി അയ്യു ഇസ്തിസ്മാരിൻ ഫിൽ ബാങ്ക്? ഡസ് ഹി ഹാവ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ബാങ്ക്? വളരെ കുറഞ്ഞ വ്യക്തികളുടെ കാര്യത്തിലായിരിക്കും നമുക്ക് ഈ മറുപടി കിട്ടുക. അതെ, അദ്ദേഹത്തിന് ബാങ്കിൽ വലിയ നിക്ഷേപമുണ്ട്. അതെ, അദ്ദേഹത്തിന് ബാങ്കിൽ വലിയ നിക്ഷേപമുണ്ട്. നഅം ലദൈഹി വദീഅത്തുൻ കബീറത്തുൻ ഫിൽ ബാങ്ക്. നഅം ലദൈഹി വദീഅത്തുൻ കബീറത്തുൻ ഫിൽ ബാങ്ക്. യെസ്, ഹി ഹാസ് എ ലാർജ് ഡെപ്പോസിറ്റ് ഇൻ ദി ബാങ്ക്. അതെ, അദ്ദേഹത്തിന് ബാങ്കിൽ വലിയ നിക്ഷേപമുണ്ട്. നഅം ലദൈഹി വദീഅത്തുൻ കബീറത്തുൻ ഫിൽ ബാങ്ക്. യെസ്, ഹി ഹാസ് എ ലാർജ് ഡെപ്പോസിറ്റ് ഇൻ ദി ബാങ്ക്. എന്നാൽ ഒരു മിക്ക സാധാരണക്കാരുടെയും കാര്യത്തിൽ മറുപടി ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന് എവിടെയും ഒരു നിക്ഷേപവുമില്ല. അദ്ദേഹത്തിന് എവിടെയും ഒരു നിക്ഷേപവുമില്ല. ലൈസ ലദൈഹി ഇസ്തിസ്മാറും ഫി അയ്യി മകാൻ. ലൈസ ലദൈഹി ഇസ്തിസ്മാറും ഫി അയ്യി മകാൻ. ഹി ഹാസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് എനിവെയർ. അദ്ദേഹത്തിന് എവിടെയും ഒരു നിക്ഷേപവുമില്ല. ലൈസ ലദൈഹി ഇസ്തിസ്മാറും ഫി അയ്യി മകാൻ. ഹി ഹാസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് എനിവെയർ. ഇവിടെ നിക്ഷേപം അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന അർത്ഥത്തിലാണ് ഇസ്തിസ്മാർ അതല്ലെങ്കിൽ വദീഅത്ത് എന്നീ ഈ രണ്ട് പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ടതിന് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി, സലാം, താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.